മേലിക്കാവ്. ഈ മേലിക്കാവ് ബാങ്കിൽ ആൻ്റോ ആൻ്റണിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോണെടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്നിലാവ് ബാങ്ക്, അവിടെ നിന്ന് 2 കോടി. ഇതുപോലെ മറ്റ് ടീക്കോയിലെ ഒരു ബാങ്ക്, ഇങ്ങനെ 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആൻ്റോ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇത് കണ്ടലയും അതുപോലെ തന്നെ കണ്ടലയും മറ്റേ കരിവണ്ണൂരുമൊക്കെ പോലെ ഇതുവരെ ഇത് അങ്ങാടിയിൽ പാട്ടാക്കാത്തത് ഈ ആൻ്റോ ആൻ്റണിയെയും പി ജെ കുര്യനെ പോലെ ഉള്ളവർ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണമാണ്. പക്ഷേ അനിൽ ആൻ്റണിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമൊന്നുമില്ല. ഈ പറയുന്ന മേലിക്കാവ് അത് 12 കോടി തട്ടിച്ചതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിലേക്ക് ഇപ്പം ഇവർ പറയുന്ന പോലെ എനിക്കെതിരെ NIA കേസോ ആ കേസോ ഈ കേസോ ഒന്നുമില്ല. എനിക്കെതിരെ ആകപ്പാടെ ഉള്ളൊരു ഒരേ ഒരു കേസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹമാസിലെ ചില തീവ്രവാദികൾ, ഒരു ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി സംഘടനയിലെ ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ വെർച്വലി അതിനെതിരെ ഞാൻ പ്രതികരിച്ചു. അതിന് എനിക്കെതിരെ കേസ് വന്നു. അല്ലാതെ UPA സമയത്തോ NDA സമയത്തോ കഴിഞ്ഞ 20 വർഷമായിട്ട് 38 വയസ്സുള്ള ഞാനൊരു സ്റ്റാൻഫോർഡ് ബിരുദധാരി, ഞാൻ ഗ്ലോബലി എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലത്തെ തറപരിപാടികൾ പോകേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അതുപോലെ എനിക്കെതിരെ ലോകത്ത് ഒരിടത്തും ഒരു കേസുമില്ല. ഇവർ പറയുന്നത് പോലെ NIA അന്വേഷണവും CIA അന്വേഷണവും ഒന്നും എനിക്കെതിരെ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ ആൻ്റോ ആൻ്റണിയും കുടുംബവും ഈ മേലികാവിലെ 12 കോടി തട്ടിപ്പിന് ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലുള്ളവരാണ്. അത് ആരൊക്കെയോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 3 ബാങ്കുകളുമുണ്ട്. ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിപ്പുകാരനായ ആൻ്റോ ആൻ്റണി, ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആൻ്റോ ആൻ്റണി, അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ പി ജെ കുര്യൻ, ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ AK ആൻ്റണിയെയും ഒരിക്കലും ചതിച്ച, ഇന്നലെ ശ്രീ AK ആൻ്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച പി ജെ കുര്യനും കൂടെ ചേർന്ന് ഈ പി ജെ കുര്യൻ്റെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ സഹായിച്ച ഈ നന്ദകുമാർ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അനുയായിയോട് കൂടി ഇന്ന് ചെയ്യുന്ന, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയില്ല, ബാക്കി പി ജെ കുര്യൻ പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായിരുന്നു, അങ്ങ് 25 ലക്ഷം രൂപ. അതെല്ലാം തെറ്റാണ്. അങ്ങനെ ഇതെല്ലാം തെറ്റാണ്. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ഇതെല്ലാം തെറ്റാണ്. ഇതെല്ലാം കുര്യൻ സാറിൻ്റെ മിഥ്യയാണ്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്രിമിനലായ നന്ദകുമാറും ഈ തട്ടിപ്പുകാരനായ 5 വർഷമല്ലല്ലോ, 5-10 ഞാൻ പറഞ്ഞല്ലോ. അതാ ഞാൻ ഈ നന്ദകുമാറിനെ 2013 കഴിഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 5 വർഷം കഴിഞ്ഞ് നടക്കുന്നത്? 2012-ലും 2013-ലും ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ പി ജെ കുര്യൻ വഴിയാണ്. ഈ 2 പേരും പറയുന്നതാണോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഹോണ്ട സിറ്റി കാർ ഞാൻ ഇയാൾ പറയുന്നതിന് കാരണം, ഞാൻ ഇന്ന് എൻ്റെ അസറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. ഇതൊക്കെ വെറുതെ കെട്ടിച്ചുമന്ന് വെക്കുന്ന ഒരു നുണകളാണ്. പണം വാങ്ങിയത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങയോടോ അങ്ങയുടെ പിതാവിനോടോ സംസാരിച്ചിരുന്നു? ഇല്ല, പി ജെ കുര്യൻ കള്ളം പറയുകയാണ്. പി ജെ കുര്യനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും, നന്ദകുമാറിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ കള്ളന്മാർ പറയുന്നത് കേട്ട് എൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്തായിരിക്കും അങ്ങയോട് എത്ര വൈരാഗ്യം ഇങ്ങനെ ഒരു ആസൂത്രണത്തിന്? ഞാൻ പറഞ്ഞല്ലോ, ഇവർ എന്തിനാണ് ശ്രീ പി ജെ കുര്യൻ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും AK ആൻ്റണിയെയും സ്വന്തം കുടുംബം പോലെ കൊണ്ടുകിടന്ന AK ആൻ്റണിയെ എന്തിന് പി ജെ കുര്യൻ 2004-ൽ ചതിച്ചു? ഇന്നലെ ചതിക്കാനല്ലേ നോക്കിയത്? ഇന്നലെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡായിരുന്നു. അത് കഴിഞ്ഞ് AK ആൻ്റണിയുടെ പേരും കൊണ്ട് വരുന്നത് എന്തിനാണ്? ഇതെല്ലാം പി ജെ കുര്യനോട് പോയി ചോദിക്കണം. മുതിർന്ന ഒരു നേതാവായ അങ്ങയുടെ അച്ഛൻ അങ്ങനെ ഒരു വലിയൊരു ചതിയിൽ ചെന്ന് പെടുമോ? ശ്രീ കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ AK ആൻ്റണി 3 പേരും കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അത് ചരിത്രമാണ്. നിയമ നടപടി സ്വീകരിക്കാൻ ഇനി എന്താ കാലതാമസം? കാരണം അധികം ഗുരുതരമായ ആക്ഷേപം, അതിപ്പോൾ പി ജെ കുര്യൻ അത് സ്ഥിരീകരിക്കുന്നു, വീണ്ടും ആക്ഷേപം ഉന്നയിക്കുന്നു. ശ്രീ പി ജെ കുര്യൻ, ഞാനിന്ന് ഇവരെ കുറിച്ച് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ക്യാമ്പയിനിങ്ങിൻ്റെ നടുക്കാണ്. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഞാൻ ഇലക്ഷൻ കഴിയുമ്പോൾ അത് ചെയ്യും.